മധുക്ക് ഇനിയൊരു ഡ്യുവറ്റ് പെർഫോമൻസ് വരാൻ പോകുന്നത്. ഡ്യുവറ്റിൽ വരാൻ പോകുന്ന ആള് നമ്മുടെ സകലകലാ വല്ലഭനായിരുന്ന യാസീൻ. ഇപ്പൊ വീണ്ടും വൈറലായിട്ടുണ്ടല്ലോ, വല്ലാണ്ട് വൈറലായി വയറിളക്കം പിടിച്ചു. എന്റെ അടുത്ത് ആ സീസൺ 4-ലാവൻ യാസീൻ ഉള്ളത്. അന്ന് തൊട്ട് ഈ സീസൺ വരെ ഇത്രയും വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് അടി വാങ്ങുന്ന ഒരേ ഒരാളാണ് യാസീൻ. അങ്ങനെയുള്ള നമ്മുടെ യാസീനും എസ്തർ കുട്ടിയും കൂടെ എത്താണ് ഡ്യുവറ്റ് പെർഫോമൻസുമായിട്ട്. വെൽക്കം. ഹായ് യാസീൻ. ഹായ് സാർ. എത്ര നാളായി കണ്ടിട്ട്? ഹാപ്പി എസ്തർ. എസ്തർ. യാസീൻ, നമ്മള് കൊറേ കാലം ആയിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇവിടുത്തെ മിടുക്കൻ സിംഗറാണ്. ഇപ്പൊ ഭയങ്കര ഹാൻസം ചെറുപ്പക്കാരനല്ലേ? ഇങ്ങനെയാണ്, ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ വൈറൽ സ്റ്റാർ അല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് ഒക്കെ? നല്ല പോലെ പോകുന്നു. കൊറേ ആൾക്കാർ അഭിപ്രായം പറഞ്ഞു, അത് കണ്ടിട്ട് അടിപൊളിയായി, വൈറലായ പാട്ട് കണ്ടിട്ട് കൊറേ പേര് പറഞ്ഞു. കൂടെ തീർത്ഥക്കുട്ടിയായിരുന്നില്ലേ? നമ്മളെ ഇവിടുത്തെ തീർത്ഥക്കുട്ടി. ഈ ഹെയർ സ്റ്റൈലിൽ ഒരു മാറ്റമില്ല. ഇല്ല, ഇവിടെയൊക്കെ വെട്ടിയുണ്ട്. വെട്ടിയല്ലേ? ബാക്കിലോട്ട് അതുണ്ടല്ലേ? ഓ ശരി ശരി. ഓക്കെ. ഒരു വാക്കും മിണ്ടുന്നില്ലല്ലോ. അതെ. എന്തേ ഒന്നും മിണ്ടാത്തു. ഇന്ന് പാട്ട് ഏതാണ്? സ്വയംവര ചന്ദ്രിക. ആഹാ, ദീപക് പാട്ട് അല്ലെ? ദീപക് ദേവ്, ക്രോണിക് ബാച്ചിലർ. ലിറിക്സ് കൈതപ്രഭ് സർ. എന്റെ വർഷം 2003. പാടി പി ജയചന്ദ്രൻ സാർ, സുജാത ആന്റി. സുജാത. ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടെ കലക്കണേ. താങ്ക് യു സാർ. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ കുഞ്ചും കളിത്തിന്നലേ നെഞ്ചിൻ കിളിക്കൊഞ്ചലേ മെല്ലെ ഒന്നു ചെന്നു പറയാമോ ഭാതി വിടരും കിനാവിൻ പരിഭവങ്ങൾ. ഏകാന്ത സന്ധ്യ വിടർന്നു സ്നേഹയമുനാ നദിക്കരയിൽ ഇന്നും അവൾ മാത്രം വന്നില്ല. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ. La 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 la
പാതി വിടരും കിനാവിൻ പരിഭവങ്ങൾ സ്വയംവര ചന്ദ്രികേ സ്വർണ്ണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ. സൂപ്പർ സൂപ്പർ. യാസിൻ, സർ വാട്ട് ഫീൽ മാൻ. സ്വയംവര ചന്ദ്രികേ സ്വർണ്ണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ. മാത്രമല്ല ചില ഇംപ്രവൈസേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ എക്സ്പ്രഷൻസ് ഒരു ഫീലും ആണല്ലേ, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തോ അത്. ഫീലുമാണ് ഫീലു അനുപല്ലവിയിലൊക്കെ പാടുമ്പോഴത്തേക്കും ബേസിലോട്ട് പിന്നെ ഈ ശ്രുതി ആയതുകൊണ്ടായിരിക്കും മോന് കുറച്ചും കൂടെ ഹയർ ഇതാണ് മോന് കംഫർട്ടബിൾ. ഇപ്പൊ ശബ്ദം മാറി വന്ന് ഇങ്ങനെ വന്നതാണല്ലേ. മാറി വന്ന് ഇതുവരെ നിക്കണോ? ആ നിന്നിട്ടില്ല, ശബ്ദം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ വോയിസ് ആവും കേട്ടോ. അതെ അതെ, ഉറപ്പായിട്ടും. പ്രത്യേകിച്ച് മേളത്തെ റേഞ്ചിൽ നല്ല വോയിസ് ആയിട്ട് മാറും. അത് തീർച്ചയാണ്, 100% എഴുതി വെച്ചോ. ഞാൻ ഈ ദിവസം പറഞ്ഞത് എഴുതി വെച്ചോ. ഓക്കെ. പിന്നെ എസ്തറുട്ടി, എന്തോ ലേറ്റ് ആണാലും ലേറ്റസ്റ്റ് ആവറും എന്ന് പറഞ്ഞ പോലെ അവസാനത്തെ പല്ലവിൽ ഒരു കിനാവ് അതെ 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 അതെ. നല്ല എന്തൊരു ഫീൽ ആയിരുന്നു അല്ലേ. ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ സംഗതി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുഞ്ചും കളിത്തെന്നലേ നെഞ്ചിൻ കിളിക്കൊഞ്ചലേ മെല്ലെയൊന്നു ചെന്നു പറയാമോ പാതി വിടരും കിനാവിൻ പരിഭവങ്ങൾ. പിന്നെ പെയ്തു തീരാതെ പോകുന്നു മോഹം പാടില്ലേ. അതാണ് ചില വാക്കുകൾ നമ്മൾ പറയുമ്പോൾ പോലും മോഹം എന്ന് വരുമ്പോഴത്തേക്ക് അതിന്റെ ഫീലാണ്. അപ്പൊ അത് പാടലിൽ കൂടെ ആകുമ്പോഴത്തേക്ക് അതിന് ഭയങ്കര ബ്യൂട്ടിയാണ്. അത് എസ്തറുട്ടി ഉഗ്രനായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അനുരാഗം പ്രിയരാഗം പെയ്തു തീരാതെ പോകുന്നു മോഹം. കടലല പോലെ അല തള്ളി അലിയും നിതൻ മാനസം. കുഞ്ചും കളിത്തെന്നലേ നെഞ്ചിൻ കിളിക്കൊഞ്ചലേ മെല്ലെയൊന്നു ചെന്നു പറയാമോ പാതി വിടരും കിനാവിൻ പരിഭവങ്ങൾ. എനിക്ക് ഒരു അഭിപ്രായമുള്ളതെന്ന് പറഞ്ഞാൽ ചില നോട്ട്സ് ഇപ്പം ഇതില് ഗാരിസനി കൊഞ്ചും അത് കറക്റ്റ് നോട്ടിൽ എത്തണം. കൊഞ്ചും 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 ആ നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേറെ മാതിരി ആയിപ്പോ കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ പോലാവും കേട്ടാ. അപ്പൊ അതൊന്ന് ചെയ്ത് കൊഞ്ചും കളി കൊഞ്ചും കൊഞ്ചും കളി കൊഞ്ചും 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 കളിത്തെന്നലേ അവിടെ കളിത്തെന്നലേ ആ ഇനി അടുത്തത് ശ്രുതി കറക്റ്റ്. നെഞ്ചിൻ കിളിക്കൊഞ്ചലേ അത് കറക്റ്റ് ആണ്. മെല്ലെയൊന്നു ചെന്നു മെല്ലെയൊന്നു ചെന്നു പറയാമോ അതുകൊണ്ട് പാതി വിടരും അത് കുറച്ചുകൂടെ ഹസ്കിയാണ്. പാതി വിടരും കിനാവിൻ പരിഭവങ്ങൾ. ഇപ്പൊ ആ പരിഭവങ്ങൾ ശരിക്ക് ആ പാതി വിരിഞ്ഞ പോലെയാണുള്ളത്. ഫുൾ ബ്ലൂം ചെയ്തില്ല എന്ന് നമുക്ക് തോന്നും. അത് രസകരമാണ് കേട്ടോ. അത് വെരി വെരി നൈസ് ആണ്. അപ്പൊ ഒരുപാട് സൂപ്പർ സ്ഥലങ്ങളുണ്ട്. പിന്നെ കിനാവാണ്. ഇപ്പോഴും ഞാൻ കിനാവിൽ ഇങ്ങനെ കിടക്കാണ്. മൂട് പടമിട്ട ഏതോ ഒരു കിനാവിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടിയാണോ നമ്മുടെ എസ്തറുട്ടി. ആ കിനാവിൻ നമ്മുടെ കുഞ്ഞുപാടി എങ്ങനെ ഉണ്ട്? യാസിനെന്ത് പാടൂ, ഒന്ന് തകർക്കടേ. കൊഞ്ചും കളി തെന്നലേ നെഞ്ചിൻ കിളിക്കൊഞ്ചലേ മെല്ലെയൊന്നു ചെന്നു പറയാമോ ആഹാ പാതി വിടരും
കിനാവിൻ കുറച്ചും കൂടി കിനാവിൻ കിനാവിൻ അന്ന കിനാ കിനാവിൻ. ഞാൻ പാടാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ആ എക്സ്പ്രഷൻ അത് കേൾക്കാനാണ്. മോൻ അതിൽ ഇൻവോൾവ് ആവുന്നത് വേറൊരു രീതിയിലാണ്. കാരണം മോൻ ഇവിടെ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് വളരെയധികം കോൺഫിഡൻസ് ആണ്. ഒരു ടെൻഷനും ഇല്ല, ടെൻഷനൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ എസ്തറുട്ടി അങ്ങനെയല്ല. ഇവിടെ മാർക്ക് നമ്മൾ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഇങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നത് ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ, നമ്മളെ കൂട്ടുകാരല്ലേ. അപ്പൊ അതൊക്കെയാണ് അല്ലേ മധു? തീർച്ചയായിട്ടും എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു രണ്ടുപേരും പാടിയത്. യാസിന്റെ ഫീലിനെ പറ്റി പറയാനില്ല, ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, MJ ഞങ്ങൾ പറഞ്ഞു. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇവിടെ ഓൾറെഡി ഇഷ്ടംപോലെ പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ്. ഫീലിന്റെ കാര്യത്തിൽ അഗ്രഗണ്യനാണ്, മിടുക്കനാണ്. ഇപ്പൊ നല്ല വോയിസ് ചേഞ്ച് ആയി വരുന്നു, നല്ല വോയിസ്, ബ്യൂട്ടിഫുൾ വോയിസ് ആയിട്ട് വരുന്നുണ്ട്, നന്നായിട്ടുണ്ട്. എസ്തർ കുട്ടിയും ചില ഭാഗങ്ങളൊക്കെ ഔട്ട്സ്റ്റാൻഡിങ്, നല്ല രസം. ഇപ്പൊ കിനാവിൻ ഇപ്പൊ പഠിപ്പിച്ചപ്പോ ആ ടേക്കിലെ പോലെ വന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ ആ ടേക്കിൽ അത് ഉഗ്രനായിരുന്നു. പിന്നെ പാതി വിടരും ആ ഹസ്കി ആയിട്ട് പാടിയതൊക്കെ വളരെ രസമുണ്ട്. നല്ല ഉഗ്രൻ വോയിസ്. എപ്പോഴും പറയുന്ന പോലെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു ആ ശബ്ദം കേൾക്കുമ്പോൾ. പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു. ചില സ്ഥലങ്ങളിലൊക്കെ ശ്രുതി ചേരാനുണ്ട്, അതൊക്കെ ഉള്ളൂ. ബാക്കി നോക്കുകയാണെങ്കിൽ അസലായിട്ട് പാടി. ഓക്കെ, യാസിന്റെ വോയിസ് ഞാൻ നേരത്തെ കേട്ടു. അപ്പൊ തന്നെ അത്രയും 4 പേര് പാടുന്നതില് യാസിന്റെ വോയിസ് ഇങ്ങനെ എടുത്തു നിന്നിരുന്നു. ബേസ് രജിസ്റ്റർ തന്നെ വളരെ ക്ലീൻ ആയിട്ട് വന്നിരുന്നു. ഓരോ നോട്ട്സും ഇപ്പോഴേ നമ്മൾ നോട്ട് ചെയ്തു. അപ്പോൾ ഇതില് ഈ പാട്ട് ജയേട്ടനും സുജുവാണ് പാടിയിട്ടുള്ളത്. അത്രയും മനോഹരമായ പാട്ട്, അത്രയും അൾട്ടിമേറ്റ് റെൻഡിഷൻ ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. അത് എടുത്ത് പാടുക പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല, പക്ഷെ അത് ബ്യൂട്ടിഫുൾ ആയി പാടി രണ്ടുപേരും. യാസിൻ നല്ല സപ്പോർട്ടായിരുന്നു മോൾക്ക്. എസ്തർ കുട്ടി എനിക്ക് തോന്നുന്നു ഫൈൻ ട്യൂൺ ചെയ്താൽ മാത്രമേ ചില ഭാഗത്ത്, ബാക്കി എല്ലാം ഒക്കെ ആയിരുന്നു. നല്ല എക്സ്പ്രഷൻസും എസ്പെഷ്യലി ലാസ്റ്റ് പല്ലവിയിലെ എക്സ്പ്രഷൻ വാസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓൾ ദി ബെസ്റ്റ് വിഷസ്. എസ്തർ കുട്ടി, ഇന്ന് എസ്തർ കുട്ടിക്കും നമ്മുടെ യാസിൻ കുട്ടനും കൂടി ചേർന്ന് കിട്ടുന്ന മാർക്ക് 98 out of 100. യാസിന് കിട്ടില്ല, പക്ഷെ ഇല്ല, യാസിന് കിട്ടും, കൂടെ പാടിയല്ലോ. ഇരിക്കട്ടെ. എസ്തർ കുട്ട, ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ യാസിൻ സർ. ബൈ ബൈ. ഇനി നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിൽ പ്രേക്ഷകരും നമ്മളും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. ഡിവൈഡ് റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ സീസൺ 3 ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്ന മുക്തിക കുട്ടിയും ഇപ്പോഴത്തെ നമ്മുടെ സീസൺ 6 ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ ശിവഗാമി കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ശിവഗാമി ആൻഡ് മുക്തിക ഓൺ സ്റ്റേജ്. ഹായ് ശിവഗാമി കുട്ടി. ഹായ് മുക്തിക കുട്ടി. മുച്ചുകുട്ടി ആൻഡ് ശിവഗാമി കുട്ടി രണ്ടുപേരും ചുന്ദരിമണീസ്. ഇതെന്തോന്നാണ് സംഭവം? പാട്ടുപാടാൻ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ പാടിയപ്പോഴത്തേക്കും വേറൊരു പാവാടയും ബ്ലൗസ് ആയിരുന്നു അല്ലേ? ഇതിപ്പോ വേറൊരു പാവാട. മുച്ചുകുട്ടി കൊള്ളാടാ. രണ്ടുപേരും എന്തോ ഒരു പാട്ടാണല്ലോ അത്. ശ്രീ പാർവതി ശങ്കരി ശരത്തിന്റെ ആണ് മ്യൂസിക്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് രഞ്ജി പണിക്കർ ചേട്ടനാണ്. പിന്നെ പാടിയിരിക്കുന്നത് ദാസാറും ചിത്രചേച്ചിയും ചേർന്നാണ്. സിനിമയുടെ പേര് രുദ്രാക്ഷം അല്ലേ? ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഷാജിയേട്ടനാണ്, ഷാജി കൈലാസേട്ടനാണ്. അദ്ദേഹത്തിന് ഒരു നമസ്കാരം. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്.
പൊന്മുരളികയിൽ ഏതോ വെൺമതി തഴുകി നറുതിങ്കൾ തളിരാലിലകതിലൊഴുകി. പൊന്മുരളികയിൽ ഏതോ വെൺമതി തഴുകി നറുതിങ്കൾ തളിരാലിലയതിലൊഴുകി. ഉരുളായി കനിവായി നലമിഴമൊരു പാലാഴി തിരപാടി വരമായി നിറവായി കളമൊഴിയത് നീരാടി. ഉണ്ണിക്കിടാവി വഴിയൻ മടി തൊട്ടിലിൽ മൈയുറങ്ങും നേരം രാരിരരാരോ പൂങ്കുയിലലിവേ രാരിരരാരോ തീൻപൊലി പാട് ഹരിഹര പ്രിയ ദേവി സസരിരി നിനി സസ പപ നിനി സരി സാ. സൂപ്പർ സൂപ്പർ കലക്കി. സലാം. മിനുടാ, എന്തോ ഈ പാട്ട് കഴിഞ്ഞപ്പോഴേ ആ. ഈ 7 കടലും കടന്ന് വേറെ ഏതോ ഒരു ലോകത്തൊക്കെ പോയിട്ട് തിരിച്ച് തമ്മാനൂർ വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട്. ശരത്തിനൊരു വലിയൊരു നമസ്കാരം. 11/8 നമുക്ക് അങ്ങനെ പാട്ടുകൾ കേൾക്കാനുള്ള അവസരങ്ങളില്ല. ശരത്തിന്റെ ഇന്നോവേഷൻ ആണ് ഈ 11/8. അത് വലിയൊരു നമസ്കാരം കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതെ. എല്ലാ കാലത്തും ശരത്ത് അത്തരം ഡിസ്കവറീസും ഇന്നോവേഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ജനകീയതയല്ല നോക്കുന്നത്, ആ കോമ്പോസിഷന്റെ ബ്യൂട്ടി, ആ ക്ലാസിസിസം, അത് ഗംഭീരമാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ താളത്തിൽ പല്ലവിയിൽ മുച്ചുകുട്ടിയും നമ്മുടെ ശിവകാമി കുട്ടിയും കൂടെ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് ആ താളം ഗ്രഹിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. എന്താണ് ഈ ഞാൻ അങ്കിൾ നേരത്തെ പറഞ്ഞില്ലേ ഈ 11/8 എന്ന് പറഞ്ഞില്ലേ, അത് 11 അക്ഷരമുള്ള താളമാണ്. അതിങ്ങനെയാണ് 7+4 എന്ന് പറഞ്ഞാൽ എത്രയാ? 15. 7+4 15. ഞാൻ 11+4 എന്നാണ്. 7+4 11. 5+6 11. 11. 8+3 11. അപ്പൊ 11നെ പല രീതിയിൽ നമുക്ക് ചെയ്യാമല്ലേ. ഇപ്പൊ ഇതിനകത്ത് ചേരിക്കുന്ന 7+4 അത് 1 2 3 1 2 3 4 ഒരു ഭാഗം, പിന്നെ 1 2 3 4 അടുത്ത ഭാഗം. അപ്പൊ എത്രയായി? 11ആയി. അപ്പോ 1 2 3 1 2 3 4 1 2 3 4 1 2 3 1 2 3 4 1 2 3 4 1 2 3 1 2 3 4 1 2 3 4 അങ്ങനെ വരുന്നതാണ് ഈ താളം. മനസ്സിലായോ ശിവകാമി കുഞ്ഞെ? അപ്പൊ എന്താണ്? 7+4 ആണ്. 7ഉം 4ഉം കൂടെ കൂട്ടിയാൽ 11 ആണ്. അങ്ങനെ 11 അക്ഷരം വരുമ്പോഴത്തേക്കും നമുക്ക് 11ആയിട്ട് പറയണം എങ്ങനെയാണ്? 1 2 3 4 5 6 7 8 9 10 11 1 2 3 4 5 6 7 8 9 10 11 എന്നുള്ളതാണ് 1 2 3 4 5 6 7 1 2 3 4 വരുന്നത്. അപ്പൊ നമ്മുടെ ആനന്ദ് ഭായിയുടെയും മുരളിയണ്ണനെയും ഭാഷയെ പറഞ്ഞ തക്കിട്ട തക്ക ദിമ്മി തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്ക ദിം. ഒന്ന് പാടിക്കേ. ശ്രീ പാർവതി പാഹി മാം ശങ്കരി ശ്രീ മംഗളകാരിണി പാഹി മാം ഗൗരി. അതാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ രണ്ടുപേരും കൂടെ കൃത്യമായിട്ട് പാടിയില്ലേ? അതിന് കലക്കി കൊടുക്കാം. ശ്രീ പാർവതി പാഹി മാം ശങ്കരി ശ്രീ മംഗളകാരിണി പാഹി മാം ഗൗരി. ദീപങ്ങൾ ചൂഴും നിൻ ശ്രീപാദം തേടുന്നേ നീ അരുളുക സായുജ്യം ബ്രൂഹി ശൈലജ ശ്രീ പാർവതി പാഹി മാം ശങ്കരി ശ്രീ മംഗളകാരിണി പാഹി മാം ഗൗരി. ഇടയ്ക്ക് അനുപല്ലി ആയപ്പോഴത്തേക്കും ശരത്തിന് എന്തോ ഒരു പാവമല്ലേ, ഈ പാടുന്ന ആൾക്കാർ പാവമല്ലേ എന്ന് തോന്നിയിട്ടായിരിക്കും മാനസാന്തരം 7/8 മാറ്റി. ഒരു മാനസാന്തരം. അതില് നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ശരത്തിന്റെ 7/8 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് ശ്രീരാഗമോ. അത് മധു ഇത് കഴിഞ്ഞിട്ട് 2 ലൈൻ പാടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും പാടാം കേട്ടോ. പിന്നെ അനുപല്ലവി രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പാടിയില്ലേ, ആ ഹമ്മിങ് ഒക്കെ പാടിയില്ലേ, അത് ഭയങ്കര ടഫാണ് അത് പാടാനായിട്ട്. പക്ഷെ രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന് അങ്ങ് പാടി.
അത് രസമായിരുന്നു കേട്ടോ. മുച്ചുകുട്ടി അടിച്ച് പൊളിച്ച്. പുലരുളിയും ആതിര മഞ്ഞിൻ ജതിയും നിൻ തങ്കത്തളയണിയും നറുചിരിയാ. പുലരുളിയും ആതിര മഞ്ഞിൻ ജതിയും നിൻ തങ്കത്തളയണിയും നറുചിരിയാ. ഹൃദയം നിറയും തിരുമധുരം നീ പാടും സംഗീതം. മഴയായി മധുവായി അമൃതലിയും ശ്രീരാഗം. ഉണ്ണിക്കിടാവിവൾ പൊൻപടി ഊയലിൽ ചില്ലാട്ടമാടുമ്പോൾ താനനനനനാ വാർമുകിലഴകേ താനനനനനാ തേൻകനി ചൊരിയൂ ഹരിഹരപ്രിയ ദേവി സസരിനി നിനി സസപപനി നി സരിസാ. ശരത്ത് ഈ ഇടയ്ക്ക് ഒരു പാട്ട് ചെയ്തിരുന്നു, മഞ്ചേരി പാടിയത്. മഞ്ചേരി പാടിയത്. പറയാനേറെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പറഞ്ഞാൽ ഇന്നോവേഷന്റെ ഒരു എന്താണ് പറയാ, അതിന്റെ സ്പ്രീ ആണ്. അതെ അതെ അതെ. അപ്പൊ അത് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ബ്രെയിനാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പൊ അത് ഒരിക്കൽ കൂടി ശരത്തിന് ഒരു നമസ്കാരം. ഈ റീഇൻവെൻഷൻ ആണ്. അതെ അതെ അല്ലേ? മുച്ചുകുട്ടി ആൻഡ് ശിവകാമിക്കുട്ടി റോക്ക് ചെയ്തു. യെസ് മുക്തിക, ഞാൻ ആദ്യമായിട്ടാണ് മോളുടെ പാട്ട് കേൾക്കുന്നത്. അസാധ്യ പാട്ട് കേട്ടോ. നല്ല കോൺഫിഡൻറ്റ് കർണാട്ടിക് ബേസ് നല്ലോണം ഉണ്ടോ അല്ലേ മോൾക്ക്? പഠിക്കുന്നുണ്ടോ അറിയാം? പഠിക്കുന്നുണ്ട്. നമ്മുടെ ശിവകാമി പിന്നെ ഓൾറെഡി നമുക്ക് അറിയാം എങ്ങനെ പാടുന്ന അറിയാം. പക്ഷെ മുക്തികയുടെ പാട്ട് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടാളും പാടിയത്. ആൻഡ് ഇതൊരു ചാലഞ്ചിങ് സോങ് ആണ് ശരിക്കും പറഞ്ഞാൽ. കൂട്ടൻ പറഞ്ഞ മാതിരി തന്നെ താളം ശ്രദ്ധിക്കണം, ക്ലാസിക്കൽ നോട്ട്സ് ശ്രദ്ധിക്കണം, ശ്രുതി ശ്രദ്ധിക്കണം, പിന്നെ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതൊക്കെ വളരെ ഇതൊക്കെ ജുജുബിയാണ് അല്ലേ? ശിവകാമിയൊക്കെ ഇതെന്താ ഇത്രയൊന്നും ഇല്ലല്ലോ എന്നുള്ള മാതിരിയാണ് പാടി. മുരളികയിൽ ഏതോ വിൺമതി തഴുകി നറുതിങ്കൾ തളിരാലിലകതിലൊഴുകി. മുരളികയിൽ ഏതോ വിൺമതി തഴുകി നറുതിങ്കൾ തളിരാലിലയതിലൊഴുകി. ഉരുളായി കനിവായി നലമിഴമൊരു പാലാഴി തിരപാടി വരമായി നിറവായി കളമൊഴിയത് നീരാടി. ഉണ്ണിക്കിടാവിവൾ എൻ മടി തൊട്ടിലിൽ മൈയുറങ്ങും നേരം. രാരിരരാരോ പൂങ്കുയിലലിവേ രാരിരരാരോ തീൻപൊലി പാട് ഹരിഹരപ്രിയ ദേവി സസരിനി നിനി സസപപനി നി സരിസാ. വളരെ ഭംഗിയായി മോളെ. സാധ്യമായിട്ട് പാടി രണ്ടുപേരും. ബ്യൂട്ടിഫുൾ. മുച്ചുകുട്ടി, ശിവകാമിക്കുട്ടി രണ്ടുപേരും കാലക്കി സൂപ്പറായിട്ട് പാടി കേട്ടോ. അത് മാത്രം ഇപ്പൊ പറഞ്ഞില്ലേ, ഇത് പല്ലവി പാടണമെങ്കിൽ ഇത്തിരി കോംപ്ലിക്കേഷനാണ്. അത് ലെമിനേറ്റിലായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. വലിയ ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവും. അതെ. ഈ ചെറിയ കുട്ടികളായ നിങ്ങളത് കറക്റ്റായിട്ട് വളരെ നന്നായിട്ട് പാടി. എനിക്കും ഈ ശരത്തേട്ടൻ്റെ പാട്ടുകൾ ക്ഷണക്കത്ത് മുതൽ വളരെ വളരെ ഞാൻ ഇഷ്ടപ്പെടുന്ന സംഗീത സംവിധായകരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ശരത്തേട്ടൻ. ക്ഷണക്കത്ത് ഞാൻ ഇപ്പോഴും അതിലെല്ലാ പാട്ടുകളും ഇപ്പോഴും കേൾക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ പവിത്രം, സിന്ദൂരരേഖ, അതിലെ പാട്ടുകൾ. അങ്ങനെ എനിക്കും കുറച്ച് പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ശരത്തേട്ടൻ്റെ. അതെ, ആ ഉണ്ണിച്ചേട്ടനും അതെ. അതെ, അതേപോലത്തെ ഏകദേശം അതേ പാറ്റേണിൽ തന്നെ ഏനോ ഇതയം ദീം ദീം സൊല്ലുതേ അങ്ങനൊരു പാട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. അതെ, പിന്നെ അരികിൽ നീല എന്ന സത്യത്തിനെ അങ്ങനൊരു പാട്ട് തിരക്കഥ എന്ന സിനിമയില്. അങ്ങനെ കുറച്ച് നല്ല നല്ല പാട്ടുകൾ പാടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പാട്ട് ഞാൻ ഇടയ്ക്കും ഇതുപോലെ മദ്രാസിൽ പഠിക്കുന്ന കാലത്ത് ഇതിൻ്റെ കാസറ്റിൻ്റെ അടുത്തുണ്ടായിരുന്നു. ക്ഷണക്കത്ത്, ഈ പവിത്രം, ഈ സിനിമ രുദ്രാക്ഷം, ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അത്. നിങ്ങൾ ഒന്നുകൂടെ പാടി, വളരെ സന്തോഷം. പല ഭാഗങ്ങളും വളരെ മനോഹരമായിട്ട് പാടി. രണ്ടുപേരും ടച്ചിന് പാടി, രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് പാടി. സൂപ്പറായിരുന്നു കേട്ടോ. ഉഗ്രൻ. ശിവകാമി കുഞ്ഞ് ഇന്ന് പാടിയില്ല. അവിടെ ചെറിയ ചെറിയ സ്ലിപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ശ്രുതിയുടെ. പക്ഷെ അത് നാച്ചുറലാണ്. ഇത്രയൊരു അഡ്വഞ്ചർ റൈഡ് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് അത് സംഭവിക്കും. അപ്പൊ എല്ലാം കൂടെ ടോട്ടലായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൺലി വെരി ഫെയർ ടു ഗിവ് യു 98.75 on 100. രണ്ടുപേർക്കും താങ്ക് യു ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു.
താങ്ക് യു. ബൈ. மது ஓ முன்னாடி சொல்லியிருந்தல ஆமா நீங்க முன்னாடி சொல்லியிருந்தாங்க அந்த சாங் ஸ்ரீராகம் ஸ்ரீராகமோ அது தானே? எனக்கு ரொம்ப பிடிக்கும். சரி சேர்ந்து பாடலாமே. நண்பன் சரத்தோட சாங். ஆமா சரி சேர்ந்து பாடிக்கலாம். ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. MJ അങ്കിൾ, യെസ്. ഇനി വരാൻ പോകുന്ന എല്ലാരും നോക്കിയിരിക്കുന്ന ഒരാളാണ് നമ്മുടെ റിയാൻ കുട്ടൻ. എത്താണ് മെലഡി റൗണ്ടിൽ പെർഫോം ചെയ്യാൻ. റിയാൻ കുട്ടൻ. യെസ്, ലെറ്റ്സ് വെൽക്കം റിയാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. റിയാൻ കുട്ടാ, എന്തോ സാർ? എന്തൊരു സന്തോഷാണെന്നറിയാം, സ്റ്റുഡിയോയിലൊക്കെ വന്ന് പാടിയില്ലേ? ആ സാറേ, ആ പണ്ട് തൊട്ട് എനിക്ക് ആഗ്രഹമായിരുന്നു സിനിമയിലൊന്ന് പാടണം. ഞാൻ സ്വപ്നം കണ്ടതായിരുന്നു ദേ ഇപ്പൊ സ്വപ്നം സാക്ഷാത്കരിച്ചല്ലോ. ആ ആ ഇനി എത്ര പാട്ടുകളാ പാടാൻ പറഞ്ഞ്? ഇതൊരു തുടക്കം മാത്രല്ലേ അതെ. അല്ലെ? അതും ഈ ചെറിയ വയസ്സിൽ പിന്നണി ഗായകനായില്ലേ? ആ ആ ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പം 12 ആവാനായി. ആ റിയാൻ കുട്ടൻ മെടുക്കനായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ ആ പാട്ടിൽ ഒരു ലൈൻ. കേട്ടോ? താങ്ക് യു സാർ. ഭയങ്കര സന്തോഷമായി റിയാൻ കുട്ടൻ പാടിയപ്പോഴത്തേക്കും. താങ്ക് യു സാർ. മാത്രല്ല റിയാൻ കുട്ടൻ അവിടെ വെച്ചിട്ട് എന്റെ അടുത്ത് നൊട്ടേഷൻ ഒക്കെ പറയാൻ തുടങ്ങി. ആഹാ. ഇതിങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചു. അത് ഭയങ്കര സന്തോഷം. അതാണ് ഏറ്റവും സന്തോഷം. റിയാൻ എന്തോ കുട്ടൻ, സാർ? ഇവിടെ പുതിയൊരാളുണ്ട്. ഉണ്ണിമേനൻ സാർ. എന്താ പ്ലേ ബാക്ക് സിംഗർ ആയെന്നൊക്കെ കേട്ടല്ലോ. ആ ഉണ്ണിമേനൻ സാറേ, ആ എത്ര കാലായി കണ്ടിട്ട് ഞമ്മളൊക്കെ മറന്നുപോയാ. ഞാൻ എന്താ മറന്നിട്ടില്ല. വരാത്തത്? ഞാൻ മറന്നിട്ടില്ല. ഫുൾ നെയിമാ വിളിക്കണേ, ഉണ്ണിമേനോൻ സാറേ. അതെ, ഉണ്ണിമേനൻ സാറേ. റിയാൻ കുട്ടനെയൊക്കെ മറക്കാൻ പറ്റുമോ? എന്ത് ടൈപ്പ് ഓഫ് പാട്ടുകളാ പാടി വെച്ചിട്ടുള്ളത്. താങ്ക് യു സാർ. ആ മറക്കാനൊന്നും ഒരിക്കലും പറ്റില്ല കേട്ടോ. ആ അപ്പൊ പ്ലേ ബാക്ക് സിംഗർ ആയതിന് ട്രീറ്റ് വേണം നമുക്ക്. ട്രീറ്റ് ആ തരാ. ഇങ്ങോട്ട് തന്നില്ലെങ്കിൽ അങ്ങോട്ട് തരും. ആ ഷർട്ടും പാന്റും ഭയങ്കര രസമായിട്ടുണ്ട്. അതെ മാച്ചിങ് Thank you, sir. മാച്ചിങ് മാച്ചിങ്. അല്ലെങ്കിലും ചുന്ദരനാണല്ലോ. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ഇന്നും ഞാൻ MJ സാറിന്റെ പാട്ട് കേട്ടാ വന്നിരിക്കുന്നത്. ആണോ? അതാണ്. അമ്മ മഴക്കാറിന് കണ്ണിറങ്ങി. ആ ആഹാ അതാണോ? ആ, ഇന്നലെ എന്റെ പാടി ഞങ്ങളെയൊക്കെ കരയിപ്പിച്ചു. ആ, ഇന്നും കരയിപ്പിക്കാനുള്ള പരിപാടിയാ. 100 മാർക്കും മേടിച്ചേ. അതെ അപ്പൊ ഇതില് 100 മാർക്ക് കിട്ടട്ടെ. താങ്ക് യു സാർ. അപ്പോ MJ അങ്കിളിന്റെ സംഗീതം, ആ ഗിരീഷ് പുത്തഞ്ചേരി, ഗിരീഷ് ഏട്ടന്റെ ലിറിക്സ് ആ അല്ലേ? യാ സിനിമയുടെ പേര് മാടമ്പി. ആ സിനിമ ഇറങ്ങിയ വർഷം 2008 അല്ലേ? ആ പാടിയത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട KJ യേശുദാസ. യെസ് ദാസേട്ടൻ. ദാസ. യെസ് തുടങ്ങാം. ഇന്ന് പാടുന്നത് റിയാൻ കുട്ടൻ. ഇന്നിവിടെ പാടുന്നത് റിയാൻ കുട്ടൻ. റിയാൻ കുട്ടൻ. യെസ്, യെസ് ഓൾ ദി ബെസ്റ്റ് റിയാൻ കുട്ട. താങ്ക് യു ചേച്ചി. താങ്ക് യു സാർ. താങ്ക് യു MJ സാറേ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. പാർവണങ്ങൾ പടിവാതിൽ ചാരുമോ
നനഞ്ഞു. നീ പകർന്ന നറുപാൽ തുളുമ്പുമൊരു മൊഴിതൻ ചെറുചിമിഴി, പാതി പാടുമൊരു പാട്ടുപോലെ അതിലലിയാൻ കൊതിയല്ലേ. അമ്മേ ഇനി ഉണരാനൊരു സ്നേഹഗാഥ തരുമോ? അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. പണ്ട് എനിക്ക് ഈ അവസരങ്ങളൊന്നും വരാതിരുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് ഒക്കെ വിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുമ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കും, അമ്മ എൻ്റെ വഴി ഏതാണ്, എൻ്റെ സംഗീതം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന്. അപ്പോൾ അമ്മ പറയും, മോനെ ഒരു സമയത്ത് നിന്റെ സംഗീതം ഈ ലോകം കേൾക്കണം. ഇപ്പോൾ എൻ്റെ മകന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന എന്താ വെച്ചാൽ, ഈ ലോകം നമ്മുടെ റിയാൻ കുട്ടൻ്റെ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കണം. അത് വീണ്ടും 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 കേൾക്കണം. കാരണം അവന് ഈശ്വരൻ ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെ അത്രയ്ക്കധികം ടാലൻ്റ് ഉണ്ടെങ്കിലാണ് ഈ പാട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഈ പാട്ടിൻ്റെ ശ്രുതിയിൽ ലയിക്കുന്നതും അതൊരു ലയമായി അമ്മയിലേക്ക് എത്തുന്നതും. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ അവാർഡ് എന്താ കിട്ടിയത് എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മയ്ക്ക് ഈ പാട്ട് കേൾപ്പിച്ചതും, അമ്മയ്ക്ക് ഒട്ടും വയ്യാഞ്ഞിട്ടും ഇരിക്കാൻ പോലും വയ്യാഞ്ഞിട്ടും നമ്മുടെ കാറിൽ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുന്ന ഒരു അവസരത്തിൽ വല്ലാണ്ട് വയ്യാണ്ട് ഇരിക്കുന്ന സമയത്ത് ഈ പാട്ട് കേൾപ്പിച്ചപ്പോഴത്തേക്കും അമ്മയുടെ ഒരു തുള്ളി കണ്ണുനീര് ഇങ്ങനെ പൊഴിഞ്ഞത്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് ഈ ജീവിതത്തിൽ. സ്വയമേറിയാനൊരു മന്ത്രദീക്ഷ തരുമോ? അതിനേക്കാൾ വലിയ അവാർഡൊന്നും ഇല്ല. സാർ എനിക്ക് സിനിമയിൽ പാടാൻ അവസരം തന്നില്ലേ, അപ്പൊ ഞാൻ തിരിച്ചൊരു ഗിഫ്റ്റ് തന്നതാ. വാക്കുകൾ വഴിമുട്ടി പോകും ചിലപ്പം അല്ലേ സ്നേഹത്തിന്റെ മുമ്പിൽ. റിയാൻ കുട്ടനൊക്കെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത് കറകളഞ്ഞതാണ്. അതുപോലത്തെ സ്നേഹം ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളൊക്കെ ഭാഗ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ അല്ലേ ഉണ്ണിച്ചേട്ടാ? തീർച്ചയായിട്ടും ഈ സ്നേഹം ഉണ്ടല്ലോ, ഞാൻ അവൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും അവൻ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് സോ ബ്യൂട്ടിഫുൾ. എൻ്റെ മക്കളുടെയൊക്കെ കൊച്ചു കുട്ടിക്കാലങ്ങൾ ഞാനിങ്ങനെ ഓർക്കണം. അവരെ എത്രയോ റെക്കോർഡിങ്ങുകളിലൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ ഇങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേക്കും രാത്രി 1 മണി 2 മണി, മധുവിനൊക്കെ ആ അനുഭവം ചേട്ടനുണ്ട്. അപ്പൊ മാത്രമാണ് അവരെ കാണാൻ കിട്ടുന്നത്. അപ്പൊ ഉറക്കമായിരിക്കും ആ സമയത്ത് നമ്മൾ ചേർത്ത് പിടിക്കൂലേ, അതുപോലെയാണ് റിയാൻ കുട്ടനെ ചേർത്ത് പിടിക്കുന്നത് കേട്ടോ. അസാധ്യമായിട്ട് പാടി, അസാധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷനാണ്. അതാണ് ഞാൻ പറയുന്നത്. എല്ലാവരും നോട്ട്സ് പാടും, സ്വരങ്ങൾ പാടാൻ വളരെ ഈസിയാണ്, ടെക്നിക്കലി നന്നായാൽ മതി. പക്ഷെ അതിൻ്റെ ഉള്ളിലെ ഭാവതലങ്ങൾ മാത്രമല്ല,
അത് ഇത്രയും സ്നേഹാർദ്രമായിട്ട് ഹൃദയാർദ്രമായിട്ട് പാടണം എന്ന് നമ്മൾ കരുതാം. പക്ഷെ പാടി വരുമ്പോൾ അങ്ങനെ ആവണമെങ്കിൽ അത് ടാലന്റാണ്. തീർച്ചയായിട്ടും. Thank you, sir. അതാണ് നമ്മുടെ റിയാൻ കുട്ടൻ. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് കേട്ടോ. താങ്ക് യു സാർ. കേട്ടോ, ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്, റിയാൻ കുട്ടന് അമ്മ എനിക്ക് തന്ന അനുഗ്രഹം പോലെ റിയാൻ കുട്ടനും കൊടുക്കണം. അത്രയ്ക്ക് സന്തോഷത്തോടെ താങ്ക് യു സാർ. കേട്ടോ. നീ പകർന്ന നറുപ്പാൽ തുളുമ്പുമൊരു മൊഴിതൻ ചെറുചിമിഴിൽ പാതി പാടുമൊരു പാട്ടുപോലെ അതിലലിയാൻ കൊതിയല്ലേ അമ്മേ, ഇനി ഉണരാനൊരു സ്നേഹഗാഥ തരുമോ? അത് മാത്രമല്ല MJ അങ്കിളെ, ഇപ്പം MJ അങ്കിൾ പറഞ്ഞില്ലോ അവസരങ്ങളൊന്നും അധികം ഇല്ലാതിരുന്ന ഒരു സമയത്ത് അമ്മയുടെ അടുത്ത് പോയി ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെ ഒരു നല്ലൊരു അവസരത്തിന് വേണ്ടിയായിരുന്നു. ഇതുപോലെ തന്നെ ഏതൊരു അമ്മയും പോലെ റിയാൻകുട്ടൻ ഒരു നല്ല അവസരത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു അമ്മ ഇപ്പം നമ്മുടെ കൂടെ ഈ സ്റ്റേജിലുണ്ട്. റിയാൻകുട്ടൻ്റെ അമ്മയാണ്. അതുകൊണ്ടാണ് ചേച്ചി ഇത്ര ഇരുന്ന് കരയുന്നതും ബുദ്ധിമുട്ടുന്നതും. എനിക്കിത് പറയാനേ പറ്റുന്നില്ല. എനിക്കത് 100% അറിയാം. പക്ഷേ റിയാൻകുട്ടന് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കേട്ടോ ഇവിടെ. റിയാൻകുട്ടനെ എല്ലാവരും അറിയുന്നതും ഇങ്ങനെ നല്ലൊരു സ്റ്റേജ് കിട്ടുന്നതും ഇത്രയും സ്നേഹിക്കുന്ന കുറേ പേരുള്ളതും ഒക്കെ അത് ചേച്ചിയുടെ ഇഷ്ടത്തിനുള്ള ഗിഫ്റ്റാണ്. 100% അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയെ പോലെ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ മക്കളോടും പറയും, അതായത് എന്നെ ഇപ്പോൾ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞോ, പക്ഷെ അമ്മയെ കരുതണം എന്ന് പറയാം. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അമ്മയടുത്ത് ഒരു നോ പോലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അനുസരിച്ചിട്ടുണ്ട്. അനുസരിക്കാൻ പറ്റാത്തത് അമ്മയോട് പറയാറില്ല. പിന്നെ ചെയ്യുമ്പോൾ അത് വേറൊരു രീതി ചെയ്യുമ്പോൾ അമ്മ ചോദിക്കും, എന്താ നീ അങ്ങനെ ചെയ്ത കുട്ടാ നീ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അമ്മ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അമ്മയടുത്ത് ഒരു നോവും പറയാത്ത ഒരു മകൻ എന്നുള്ള രീതിയിൽ വളരെ ഒരു ഭയങ്കര അഭിമാനമാണ് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ. അതുകൊണ്ടായിരിക്കും ഈശ്വരൻ എനിക്ക് അമ്മ മഴക്കാറ് എന്നുള്ള പാട്ട് തന്നത്. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. അപ്പോൾ അതുപോലൊരു അമ്മയാണ് നമ്മുടെ റിയാൻ കുട്ടൻ. അച്ഛൻ്റെ കാര്യവും പറയുന്നു. ഞാനും ഒരു അച്ഛനായതുകൊണ്ട് എനിക്ക് മനസ്സിലാവും എന്താണ് മൊമെന്റ്സ്, എന്താണ് ഇമോഷൻസ്, എന്താണ് ജേണി എന്നുള്ളത് മനസ്സിലാവും. അവർക്ക് രണ്ടുപേർക്കും ഒരു വലിയ നമസ്കാരമുണ്ട്. കാരണം അത്രയും സ്നേഹത്തിലാണ് എല്ലാ അച്ഛനും അമ്മമാരും മക്കളെ സ്നേഹത്തോടെയാണ് ചേർത്ത് പിടിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ജേണി എന്ന് പറയുന്നത് എനിക്കറിയാം. അപ്പോൾ ആ ജേണിയിൽ അവനെ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന രണ്ടാൾക്കാരാണ്. അവർക്കും വലിയൊരു ബിഗ് സല്യൂട്ട് എല്ലാ സമയത്തും ഉണ്ട്. അല്ലേ സാറേ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്തോ? എന്താന്നറിയോ, എനിക്ക് ഒരു ആൽബം ഇറക്കണമെന്നുണ്ട്. ആണോ? ആ, നമുക്ക് ഇറക്കിക്കളയാം അല്ലേ? അതൊരു വലിയ സംഭവം ഒന്നുമല്ലല്ലോ അല്ലേ മധു? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യല്ലേ? തീർച്ചയായിട്ടും ചെയ്യാം. അതെ റിയാൻകുട്ടാ, എന്തോ സാർ? ദേ അമ്മ മഴക്കാരന് കണ്ണ് നിറഞ്ഞല്ലോ. അമ്മയുടെ കണ്ണിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണീര് ഇപ്പൊ ഈ പാട്ട് കേട്ടപ്പോ. പിന്നെ MJ ഞങ്ങൾ പറഞ്ഞ കേട്ടപ്പോഴും കുറച്ച് ഇമോഷണൽ ആയ എന്റെ കണ്ണീരും ഉണ്ട്. അസലായിട്ട് പാടി. താങ്ക് യു സാർ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു സാർ. പല സ്ഥലങ്ങളിൽ ഞാൻ ആഹാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിലൊന്നും പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല. ഞാൻ അതിൽ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അതിലൊന്നും ഞാൻ നോട്ട് ചെയ്തിട്ടുമില്ല. ആ ഭാവമാണ് ഈ പാട്ടിന് മെയിനായിട്ട് വേണ്ടത്. ഭാവമാണ്. അത് മാക്സിമം റിയാൻകുട്ടൻ കൊടുത്തിട്ടുണ്ട്. വളരെ വളരെ ഇഷ്ടമായി. താങ്ക് യു സാർ. ഓക്കെ. ഞാൻ ഇവനിൽ കാണുന്ന ഒരു മ്യൂസീഷ്യനാണ്, ഒരു പാട്ടുകാരൻ മാത്രമല്ല. അവനത് അതിന്റെ നോട്ട്സ് എന്ന് പറയുന്ന ആ സ്വരങ്ങളൊക്കെ അതിൽ ആ സ്വര വ്യതിയാനങ്ങൾ ആ കോഡ് പ്രോഗ്രഷൻസിലൂടെ പോകുമ്പോഴത്തേക്കും അവൻ അതിൽ ജേർണി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ കുഞ്ഞുങ്ങളിലൊരു പ്രത്യേകമായ ഈവൻ ഒരു എക്സെപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. എക്സെപ്ഷണൽ ആണ് ആ കാര്യം. അപ്പൊ അവനെ ഒരു പാട്ടുകാരൻ മാത്രമല്ല, ഒരു മ്യൂസീഷ്യനായിട്ടും വളർത്തിയവർ. ചിലപ്പോൾ അവനൊരു മ്യൂസിക് കമ്പോസർ ആവും. അതെ.
ചിലപ്പോഴല്ല മിക്കവാറും ഓൾറെഡി ആയല്ലോ, നല്ലൊരു പാട്ട് കമ്പോസ് ചെയ്തല്ലോ. തീർച്ചയായിട്ടും കേട്ടില്ലേ? എന്തായിരുന്നു? കാക്കയുടെ. പരമാവിൻ കൊമ്പി. ആ അതെ, അങ്ങനത്തെ പാട്ടുകളൊക്കെ വരും അല്ലേ ഉണ്ണിച്ചേട്ടാ? എനിക്ക് തോന്നിയിട്ടുള്ള ഭയങ്കര വേഴ്സറ്റൈലാണെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ പാത്തോസ് സോങ്സ് മാത്രമാണ് റിയാൻകുട്ടൻ പാടുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാം. കാരണം ഭയങ്കര വെറൈറ്റി ഓഫ് സോങ്സ് ഇവിടെ പാടിയിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല ഒരു ഭയങ്കര കോയിൻസിഡൻസ് എന്താ വെച്ചാൽ കുട്ടൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടും അച്ഛന് വേണ്ടിയിട്ടും ബെസ്റ്റ് ഓഫ് ദി സോങ്സ് ചെയ്തു. അതെ അതെ അല്ലേ? ആ 2 സോങ്ങും വേദിയിൽ അവതരിപ്പിച്ചത് റിയാൻകുട്ടനാണ്. അതെ അതെ, ഇന്നലെ കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഒരു അച്ഛന് വേണ്ടിയിട്ടും ഒരു സൂപ്പർ ഹിറ്റ് സോങ്സ്. അതായത് ഇനിയിപ്പോൾ ഒരു 25-50 കൊല്ലം കഴിഞ്ഞാലും ഓർമ്മിക്കുന്ന 2 പാട്ടുകൾ ഉണ്ടാക്കി വെച്ചു. അതെ അതെ അതെ. ഇനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും മനസ്സിൽ നിൽക്കുന്ന പാട്ടുകൾ ചെയ്തു വെച്ചു കൂട്ടൻ. പിന്നെ ആ പരാതിയും കഴിഞ്ഞ് കിട്ടി, അച്ഛന് വേണ്ടിയും പാടി അമ്മയ്ക്ക് വേണ്ടിയും പാടിയല്ലോ. അത് തന്നെ മറ്റേ റിയാൻകുട്ടനും ചെയ്തു, അമ്മയ്ക്കും അച്ഛനും വേണ്ടി ചെയ്തു. അതൊരു ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. പാടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ മോനെ, അന്ന് ഇന്നലെ എന്റെ പാടിയിട്ട് ഞങ്ങളെയൊക്കെ കരയിപ്പിച്ചു, ഇന്നും കരയിപ്പിച്ചു. ശരിക്കും അതൊരു ഭയങ്കര മൂമെന്റ്. അത് ഒന്നും പറയാനില്ല മോനെ, അസാധ്യമായിട്ട് പാടി. ആ പാട്ടിന് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് അവതരിപ്പിച്ചു. ഒരു പാട്ടിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ എങ്ങനെയാണ് പാടുക എന്നാണ് അവൻ ആദ്യം ചിന്തിക്കുന്നത് തോന്നുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആണ് മോൻ എപ്പോഴും ഇവിടെ കൊടുക്കുന്നത്. ഞാനുണ്ടല്ലോ സാറേ, എപ്പോഴും ഇങ്ങനെ ടേക്ക് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ശീലമുണ്ട്. അപ്പൊ ടേക്ക് എടുക്കുന്നതിന് മുമ്പ് സ്വകാര്യത്തില് ഈ നല്ലോണം പാടണേ, നല്ലോണം പാടണേ. നല്ല കാര്യമാണത്, അങ്ങനെ പറയണം. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ സ്വീറ്റ് ഓഫ് യു. എല്ലാ നന്മകളും വരട്ടെ മോനെ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ലക്ക്. താങ്ക് യു സാർ. അനുപേ, നമ്മുടെ മോന്റെ പാട്ടിനെ പറ്റി ഒന്ന് പറഞ്ഞേ. നല്ല ഫീലോടുകൂടി പാടി. ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഞാനും എൻ്റെ അമ്മയുമായിട്ടാണ് കണക്റ്റഡ് ആവുന്നത് പെട്ടെന്ന്. ആ പാട്ടിൻ്റെ ശരിക്കും കൂടുതൽ ഇമോഷണലായിട്ട് ഇരുന്ന് വായിക്കുകയായിരുന്നു ചെയ്തത്. ശരിക്കും ഞാൻ റിഹേഴ്സലിനും നന്നായിട്ട് പാടിയിരുന്നു, അതേപോലെ തന്നെ ഇവിടെ നന്നായിട്ട് പാടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. 4 നോട്ട് ഇറക്കിയാണ് പാടിയത്, എന്നാലും അതിൻ്റെ ഫീലൊന്നും നഷ്ടപ്പെടാതെ റിയാൻ അത് നന്നായിട്ട് ഫീലോടുകൂടി പാടി. താങ്ക് യു സാർ. ഹെറാൾഡ് ബ്രദർ, പാട്ടിനെ പറ്റി ഒന്ന് പറയാമോ? റയാൻകുട്ടൻ പ്രാക്ടീസിന് തന്നെ വളരെ ഗംഭീരമായിട്ട് പാടി. മാത്രമല്ല അവൻ വളരെ ഫോക്കസ്ഡ് ആയിരിക്കുന്നു ചെയ്യുന്ന കാര്യത്തിൽ, വളരെ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഏതായാലും ഗംഭീരമായിട്ട് പാടി, എല്ലാവരും വളരെ ഇഷ്ടമായി, സന്തോഷമായി. ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് പാടുമ്പോഴത്തേക്കും നമ്മൾ എന്താ കൊടുക്കാൻ പോണേ മധു? 100 out of 100. So it's going to be 100 on 100 for Riyankuttan plus 3 stars today. Thank you sir. Congrats. ഒരു മധുര മഴ നമ്മുടെ റിയാൻകുട്ടന്. അപ്പൊ ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? റിയാൻകുട്ടനാണ്. റിയാൻകുട്ടൻ പല്ല് തേക്കണേ. ഈ മിഠായി ഒക്കെ കഴിച്ചിട്ട് പല്ല് തേച്ച് പാടുക. അതെ. കണ്ണീറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. റിയാൻകുട്ടന് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ കേട്ടു, കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇതുപോലെ തന്നെ അതിമനോഹരമായ എപ്പിസോഡുമായിട്ട് നമ്മൾ നാളെ വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.